ഓട്ടോമാറ്റിക് തോട്ട് പ്രോസസ്സിംഗ് നടത്തുന്നത് വഴിയായി എങ്ങനെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാം. എല്ലാവർക്കും തന്നെ ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ദിവസത്തിൽ നിരവധി അധികം തോട്ടുകൾ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നതായിട്ട് അനുഭവപ്പെടുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും തന്നെ. അത് നമുക്ക് തീർച്ചയായും അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളത് ഒരു റിയാലിറ്റി തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ കൺട്രോൾ ചെയ്തിട്ടും ഈ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ചിന്തകൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മുടെ പെർമിഷനോട് കൂടിയല്ല. പലപ്പോഴും അതിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരിക്കാം, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്? എന്താണ് ഈ ചിന്തകളെ ഉണ്ടാക്കുന്ന ഈ ഒരു ഫാക്ടറി എന്ന് പറയുന്നത്? ചിന്തകളെ ഉണ്ടാക്കുന്ന ഈ ഫാക്ടറി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ഹിപ്പോ ക്യാമ്പസ് ഏരിയ തന്നെയാണ്. അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ ലേൺ ചെയ്ത് നമ്മുടെ മെമ്മറി അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ലൈഫിൽ നമ്മൾ പഠിക്കുന്നത്. ലൈഫ് ലോങ് നമ്മൾ എല്ലാവരും തന്നെ ലേണേഴ്സ് ആണ്. നമ്മൾ അറിയാതെ തന്നെ പല ഇൻഫർമേഷൻസും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നിട്ടുണ്ട്. അത് നമ്മുടെ ധാരണയിൽ വരുന്നില്ല എന്ന് കരുതുന്ന പല കാര്യങ്ങളും പലപ്പോഴും നമ്മളെ പിന്നീട് സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്വപ്നങ്ങൾ തന്നെ അതിനൊരു എക്സാമ്പിൾ ആണ്. സ്വപ്നം കാണുമ്പോൾ ഒരു വ്യക്തി ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ ചിലപ്പോൾ കടന്നു വരുന്നത്. ഇത് നമ്മുടെ ഒരു വിഷ്വൽ പ്രോസസ്സിങ്ങിലൂടെ കടന്നുപോയി എന്നുള്ള ഒരു വസ്തുത കൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ അതിനെ സ്വപ്നത്തിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുകയും അതുവഴി നമ്മൾ ചില ഇമോഷൻസ് ടെമ്പററി ആയിട്ടെങ്കിലും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ചിന്തകളാണ് പലപ്പോഴും നമ്മളെ പല തരത്തിലുള്ള ഇമോഷൻസിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ കടത്തിവിടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഓട്ടോമാറ്റിക് തോട്ട് പ്രോസസ്സിംഗ് എന്താണ്, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഓട്ടോമാറ്റിക് തോട്ട് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് അതിനെ ഓട്ടോമാറ്റിക് തോട്ട്സ് എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് നമ്മുടെ കോൺഷ്യസ് ലെവലിലല്ല, നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിലാണ് ഈ ഒരു ഓട്ടോമാറ്റിക് തോട്ട് പ്രോസസ്സിംഗ് നടക്കുന്നത്. അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ബോധത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ പ്രസന്റ് മൊമെന്റിനെ ജീവിക്കാനായിട്ട് അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ പോലും നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്രസന്റ് മൊമെന്റിനെ നമുക്ക് എങ്ങനെ അനുഭവിക്കാനായിട്ട് സാധിക്കും? ഈ ചിന്തകൾ നമ്മളെ വേട്ടയാടുമ്പോൾ അല്ലെങ്കിൽ ഹോണ്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ നമുക്ക് അവിടെ അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. അതായത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ, പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റു വ്യക്തികളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഇടപഴകുമ്പോൾ, സുഹൃത്തുക്കളായിട്ടൊക്കെ ഇടപഴകുമ്പോൾ ഈ ചിന്തകൾ നമ്മുടെ ആ ഒരു സെക്കൻഡ് പേഴ്സൺ എന്ന രീതിയിൽ നമ്മുടെ ബ്രെയിനിൽ വന്നുകൊണ്ട് നമ്മളെ ചിലപ്പോൾ ഒന്ന് ഇളക്കുന്നതായിട്ടും ഹോണ്ട് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് ഒരു സബ് കോൺഷ്യസ് ലെവലിലാണ് നടക്കുന്നത്, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ആണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് നമുക്ക് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ചിന്തയെ നമുക്ക് സബ് കോൺഷ്യസ് ലെവലിൽ തന്നെ നേരിടാനായിട്ട് ശ്രമിക്കാമെന്നുള്ളതാണ് വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, കോമൺലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി ഒന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ശ്വസനത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അദ്ദേഹം തന്റെ മനസ്സിനെ ഏകാഗ്രമാക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ശ്വസനത്തിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യക്തി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മൈൻഡ് ഫുൾ അറ്റൻഷൻ ഡൈവേർഷൻ അതിലേക്ക് പോവുകയാണ്. അവിടെ ഒരു ആബ്സെൻസ് ഓഫ് തോട്ട്സ് അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ്. ഒരു ശൂന്യതയിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്, മനസ്സിനെ ഏകാഗ്രമാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു ഒരു ടോട്ടൽ ശൂന്യതയിലേക്ക്, ഒരു 0 പോയിന്റിലേക്ക് കടന്നു വരികയും അത് കൂടെ അനുഭവിക്കുന്നത് വഴിയായിട്ട് അദ്ദേഹത്തിന് പ്രസന്റ് മൊമെന്റിനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ സെൻസസും അവിടെ പ്രസന്റ് മൊമെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് പാസ്റ്റ് മെമ്മറീസിനെ കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവാതെ നല്ലൊരു രീതിയിൽ നിലനിൽക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. ഇതൊരു കണ്ടിന്യൂസ്ലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വീണ്ടും ആ ഒരു കോൺസെൻട്രേഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും അദ്ദേഹത്തിന്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലേക്കും, അതായത് ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും, മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴും, ഫാമിലിയോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഈ ഒരു പ്രസൻസ്, ആ ഒരു മെഡിറ്റേഷനിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അദ്ദേഹത്തെ സഹായിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് റിഫ്ലക്ഷൻ ആണ്. ഈ സെൽഫ് റിഫ്ലക്ഷൻ
റിഫ്ലക്ഷൻ നടത്തുന്നത് നമ്മൾ എല്ലാ ദിവസവും സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ച് ഒരു സ്റ്റോക്ക് എടുക്കുന്നത് വഴിയായിട്ടാണ്. ഇത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെ കാര്യങ്ങൾ അന്ന് ദിവസത്തിലൂടെ ഫ്രം മോർണിംഗ് ടു ടിൽ ഈവനിങ് അല്ലെങ്കിൽ ടിൽ നൈറ്റ് ടിൽ ദ മൊമെന്റ് ഓഫ് സ്ലീപ്പ് എന്തൊക്കെ കാര്യങ്ങൾ ഒരു ദിവസത്തിൽ സംഭവിച്ചു എന്നതിനെ കുറിച്ച് അദ്ദേഹം ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. അതിലൂടെയൊക്കെ ഒരു മെന്റൽ ജേണി നടത്തുകയാണ്. അതുവഴി അദ്ദേഹത്തിന്റെ കാര്യങ്ങളിലേക്ക് ഒരു വെളിച്ചം വീശുവാനായിട്ട് ഇവിടെ സാധിക്കുകയാണ്. ഇത് അതിലൂടെ അദ്ദേഹത്തിന്റെ തോട്ട്സിനെ ലിമിറ്റ് ചെയ്യുവാനും ഈ ഓട്ടോമാറ്റിക് തോട്ട് പ്രോസസ്സിനെ അദ്ദേഹത്തിന് ഒരു അവയർനെസ് വഴി ലിമിറ്റ് ചെയ്യാനും സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് ഓഫ് തിങ്സിന്റെ, അതായത് സ്റ്റോക്ക് എടുക്കുന്ന നമ്മുടെ ചിന്തകളുടെ സ്റ്റോക്ക് എടുക്കുന്ന പോലെ തന്നെയുള്ള വേറൊരു കാര്യം തന്നെയാണ് ഈ മൂന്നാമതായിട്ട് പറയാൻ പോകുന്നത്. അതായത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ അന്ന് നടന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്തതിനു ശേഷം, ഈ മെത്തേഡിനെ പറയുന്നത് പ്രയോറിറ്റൈസിങ് എന്നാണ്. അനലൈസ് ചെയ്തതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുള്ളത് സംഭവിച്ചു, അതായത് സെൽഫിന് അല്ലെങ്കിൽ പേഴ്സണ് ആവശ്യമുള്ളതായിട്ട് സംഭവിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമില്ലാത്തത് സംഭവിച്ചു എന്ന് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസിനെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നത് വഴി ഈ ഒരു ഓട്ടോമാറ്റിക് തോട്ട് പ്രോസസ്സിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് വ്യക്തിക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു സബ് കോൺഷ്യസ് ലെവലിൽ സംഭവിക്കുന്നതുകൊണ്ട് ഈ ഓട്ടോമാറ്റിക് തോട്ട് പ്രോസസ്സിംഗ് സബ് കോൺഷ്യസ് ലെവലിൽ സംഭവിക്കുന്നതുകൊണ്ട് സബ് കോൺഷ്യസ് ലെവലിലുള്ള പ്രാക്ടീസുകൾ തന്നെയാണ് നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത്. അതിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണ് ഒന്നാമത്തേത് മെഡിറ്റേഷൻ, രണ്ടാമത്തേത് സെൽഫ് റിഫ്ലക്ഷൻ, അതായത് നമ്മൾ അന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള എടുക്കുന്ന സ്റ്റോക്ക് എടുക്കൽ, മൂന്നാമത്തെ പ്രയോറിറ്റൈസിങ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എടുക്കലിന്റെ ഒരു ബാക്കി പത്രമാണ്. അതിന്റെ തന്നെ ഒരു എക്സ്പാൻഷൻ ആണെന്ന് നമുക്ക് പറയാം. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെ, സെൽഫിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് അല്ലാത്ത കാര്യങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്ന രീതി. ഇതുവഴി നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ ഡെയിലി ലൈഫിലെ എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലുള്ള പെർഫോമൻസിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.